നമസ്കാരം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും മധ്യയുള്ള വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ട പ്രദേശമാണ്. ജൂൺ ജൂലൈക്ക് ആകുമ്പോഴേക്കും ധാരാളം ഈ അരുവിയിൽ വെള്ളം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേനൽ മഴ പെയ്തതിൻ്റെയാണ്. ചില കൊടും വേനലാകുമ്പോഴേക്കും ഈ അരുവിയിൽ ഒട്ടും വെള്ളം ഉണ്ടാകാറില്ല. എന്നാൽ ജൂൺ ജൂലൈക്ക് ആകുമ്പോഴേക്കും ധാരാളം, ഏതാണ്ട് നമ്മൾ ആ നിൽക്കുന്ന ഈ പ്രദേശം വരെ വെള്ളച്ചാട്ടം ഉണ്ടാവാറുണ്ട്. ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ കിഴക്കോട്ട് മാറുകയാണെങ്കിൽ കുമളിയായി. എന്നാൽ പീരിമേട്, കുട്ടിക്കാനം പ്രദേശങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുകി വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന കനാലാണ്. കാണുന്ന പാലമാണ് മെയിൻ റോഡിൻ്റെ പാലം. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ പെരുമഴക്കാലം ആകുമ്പോഴേക്കും ഈ പാലം നിറഞ്ഞാണ് വെള്ളം പോകുന്നത്, കടന്നു പോകുന്നത്, ഒഴുകി പോകുന്നത്. അപ്പം വേനലായതുകൊണ്ടാണ് വളരെ ശോചനീയ അവസ്ഥ. അതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചതിൻ്റെ പേരിലാണ് ഈ കാണുന്ന ഒഴുക്ക്. അല്ലെങ്കിൽ അതും സാധാരണ കാണാൻ സാധ്യമല്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ അടുത്തു നിന്നും ചിത്രീകരിക്കാനാണ് ഈ സ്റ്റെപ്പിലൂടെ കടന്നു വന്നിരുന്നത്. കുമളി കോട്ടയം റൂട്ടിലൂടെയുള്ള യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം. ഈ കാണുന്ന വളവ് വളരെ അപകടം പിടിച്ച ഒരു വളവാണ്. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ പെരുവന്താനം വരെ ഏതാണ്ട് 4-5 അപകട വളവുകളുള്ള ഒരു പ്രദേശം കൂടിയാണത്. ആ കടന്നു വരുന്ന ലോറിയുടെ പുറകുവശത്തായിട്ട് ഏതാണ്ട് ഒരു 100 മീറ്റർ മാറിയാൽ ഒരു കാറ് തലയും കുത്തി മറിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. അതേണ്ട വർഷങ്ങളായ കേസാണെന്ന് തോന്നുന്നു. അത്രത്തോളം തന്നെ ഒരു അപകടം പിടിച്ച പ്രദേശമാണ്, വളവുകളാണ് ഈ ഭാഗത്തുള്ളത്. അങ്ങനെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിന്റെ മുമ്പിലുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ നിർബന്ധമായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.